ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ നോട്ട്സാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ ഓരോ എപ്പിക്കുകളുടെയും സമ്മറി സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ എപ്പിക്. എപ്പിക് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് എപ്പിക് ഈസ് എ ലോങ് നെറേറ്റീവ് പോയം. എപ്പിക് എന്ന് പറയുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ടുള്ള ദൈർഘ്യമേറിയിട്ടുള്ളൊരു കവിതയാണ്. അതായത് ഒരു മഹാകാവ്യം എന്നുള്ള സങ്കല്പമാണ് എപ്പിക്കിനുള്ളത്. ദാറ്റ് ടെൽസ് ഹീറോയിക് സ്റ്റോറി ഓഫ് എ ലെജൻഡറി ഫിഗർ ഓർ ഗ്രൂപ്പ് ഓഫ് ഫിഗേഴ്സ് ആൻഡ് ദർ അഡ്വഞ്ചേഴ്സ്. ഒരു ഹീറോയുടെ അല്ലെങ്കിൽ ഹീറോയിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ അഡ്വഞ്ചേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും അതിനകത്ത് പറയുന്നുണ്ടായിരിക്കാം. What does Iliad mean? Iliad refers to an ancient Greek epic poem attributed to Homer. ഹോമർ എഴുതിയതെന്ന് കരുതപ്പെടുന്ന ഒരു മഹാകാവ്യമാണ് ഇലിയഡ്. ഇൻ ഗ്രീക്ക് ഇറ്റ് മീൻസ് ദ പോയം ഓഫ് ട്രോയ്. ഇനി ഗ്രീക്കിൽ ഈ വാക്കിൻ്റെ അർത്ഥം പോയം ഓഫ് ട്രോയ് എന്നാണ്. അതായത് ട്രോയുടെ കവിത എന്നുള്ളതാണ്. ട്രോയ് നഗരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രോജൻ യുദ്ധത്തിൻ്റെ കഥയാണ് അതിനകത്ത് പറയുന്നത്. വൈ ഡിഡ് അക്കിലീസ് റിഫ്രെയിൻ ഫ്രം ദ വാർ? എന്തുകൊണ്ടാണ് അക്കിലീസ് യുദ്ധത്തിൽ തുടക്കത്തിൽ പങ്കെടുക്കാതിരുന്നത്? അക്കിലീസ് ഇനീഷ്യലി റിഫ്രെയിൻ ഫ്രം ദ വാർ ഡ്യൂ ടു എ ഡിസ്പ്യൂട്ട് വിത്ത് അഗമെമ്നോൻ ഓവർ എ ക്യാപ്ചേർഡ് മെയ്ഡൻ. അക്കിലീസ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യോദ്ധാവായിട്ടുള്ള അഗമെമ്നോനുമായിട്ടൊരു തർക്കം ഉണ്ടാകുന്നു. ഇവർ യുദ്ധ തടവുകാരിയായി കൊണ്ടുവന്നിട്ടുള്ള ഒരു യുവതിയെ ചൊല്ലിയാണ് ഈ തർക്കം ഉണ്ടാകുന്നത്. കോസിങ് ഹിം ടു വിത്ഡ്രോ ഫ്രം ദ ബാറ്റിൽ ഇൻ ആങ്കർ. ആ ഒരു തർക്കം കാരണം കൊണ്ടാണ് ഈ ദേഷ്യം കൊണ്ട് യുദ്ധത്തിൽ അക്കിലീസ് പങ്കെടുക്കാതെ പിന്മാറി നിൽക്കുന്നത്. ഇനി ഇതുപോലുള്ള മറ്റ് സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഥ കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമ്മറിയുടെ വീഡിയോ കാണാവുന്നതാണ്. വാട്ട് ഹാപ്പൻ ടു ഹെക്ടർ അറ്റ് ദി എൻഡ് ഓഫ് ദ വാർ? ഇനി യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഹെക്ടർക്ക് എന്താണ് സംഭവിച്ചത്? ഹെക്ടർ, ദ ട്രോജൻ ഹീറോ, ഈസ് കിൽഡ് ബൈ അക്കിലീസ് ഇൻ സിംഗിൾ കോംബാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ട്രോജൻ വാർ. ഇനി ഈ ട്രോയ് നഗരത്തിലെ യോദ്ധാവായിരുന്നിട്ടുള്ള ഹെക്ടർ അക്കിലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവസാനം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദ ട്രോജൻ ഹോഴ്സ് ആൻഡ് അക്കിലീസസ് ഹീൽ. ഇനി ഈ എപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. ദ ട്രോജൻ ഹോഴ്സ് ഈസ് എ ഡിസെപ്റ്റീവ് വുഡൻ സ്ട്രക്ചർ യൂസ്ഡ് ബൈ ദ ഗ്രീക്സ് ടു എൻ്റർ ട്രോയ് ഡ്യൂറിങ് ദ ട്രോജൻ വാർ. ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ഒരു സൂത്രമാണ് ഉണ്ടാവുന്നത്. ഇവർ ഒരുപാട് ശ്രമിച്ചിട്ടും ഈ ട്രോയ് നഗരത്തിൻ്റെ കോട്ട കടന്ന് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത കാരണം കൊണ്ട് ഇവർ വലിയൊരു മരത്തിൻ്റെ കുതിരയെ ഉണ്ടാക്കുന്നു. ആ കുതിരയുടെ അകം ഹോളോ ആണ്, അതിന് ശൂന്യമാണ്. ഈ കുതിരയ്ക്കകത്ത് ഗ്രീക്ക് ഭടന്മാർ ഒളിച്ചിരുന്നു കൊണ്ട് ഇത് അവർക്കുള്ളൊരു ഗിഫ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കുതിരയെ അവർ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് അവസാനം ഇവർക്ക് ഗ്രീക്കുകാർക്ക് ആ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാനും അതുപോലെ ആ യുദ്ധത്തിൽ വിജയിക്കാനും കഴിയുന്നത്. അക്കിലീസസ് ഹീൽ റെഫേഴ്സ് ടു ദ വൾണറബിൾ പോയിന്റ് ഓഫ് അക്കിലീസ്. അക്കിലീസിൻ്റെ ഹീൽ എന്ന് പറയുന്നത്, അതായത് കാലിൻ്റെ ഹീലാണ് ഉദ്ദേശിക്കുന്നത്. അയാളുടെ വൾണറബിൾ, അയാളുടെ ശരീരത്തിൽ അയാൾക്ക് ഈ ദൗർബല്യമുള്ള ഒരേ ഒരു ഭാഗം അത് മാത്രമാണ്. As he was dipped in the river Styx by his mother except for his heel. ഈ അക്കിലീസിന് അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അക്കിലീസിൻ്റെ മദർ ഒരു റിവറിൽ കൊണ്ടുപോയിട്ട്, അതായത് ഒരു പുണ്യമായിട്ടുള്ളൊരു റിവറിൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ മുക്കുന്നുണ്ട്. ഈ കുട്ടിയെ മുക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ കാലിൽ പിടിച്ചുകൊണ്ടാണ് മുക്കുന്നത്. അപ്പോൾ ആ ഹീലിൻ്റെ ഭാഗം, പിടിച്ചിരിക്കുന്ന ഭാഗം മാത്രം വെള്ളത്തിൽ മുങ്ങുന്നില്ല. ആ ഒരു ഭാഗം മാത്രം അക്കിലീസിൻ്റെ വൾണറബിൾ പോയിൻ്റായിട്ട് വരികയാണ്. അവസാനം അക്കിലീസ് കൊല്ലപ്പെടുന്നത് ആ ഹീലിൽ അമ്പെയ്ത്ത് ഏറ്റിട്ടാണ്. നെയിം ഏനിഡ്സ് ഫാദർ, സൺ ആൻഡ് സ്പോസ്. ഇനി ഏനിഡിൻ്റെ ഫാദർ, സണ്ണ്, സ്പോസ് ആരൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഏനിസിസ് ഫാദർ ഈസ് ആൻഗൈസിസ്, ഹിസ് സൺ ഈസ് അസൈനിയസ് ആൻഡ് ഹിസ് സ്പോസ് ഈസ് ക്രീസ്വ. ഹു ഈസ് ടെർണസ് ഇൻ ദി ഏനിഡ്? ഇനി ഏനിഡിൽ ടെർണസ് എന്ന് പറയുന്ന കഥാപാത്രം ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ടെർണസ് ഈസ് എ ക്യാരക്ടർ ഇൻ വിർജിൽസ് ദ ഏനിഡ്, സെർവിങ് ആസ് എ സെൻട്രൽ ആൻറ്റഗോണിസ്റ്റ്. സെൻട്രൽ ആൻറ്റഗോണിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട വില്ലനാണ് ഈ ടെർണസ് എന്ന് പറയുന്ന കഥാപാത്രം. ആൻഡ് ദ ലീഡർ ഓഫ് ദ റുത്തൂലിയൻസ് ഹു ഒപ്പോസസ് ഈനിയസ്. അതിൽ നായകനായിട്ടുള്ള ഈനിയസിനെതിരെ പട നയിക്കുന്ന റുത്തൂലിയൻസിൻ്റെ ലീഡറായിട്ടും അതിലെ പ്രധാന വില്ലനായിട്ടും വരുന്ന കഥാപാത്രമാണ് ടെർണസ്.
വാട്ട് ഈസ് ദി ഔട്ട്കം ഓഫ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ഗിൽഗമേഷ് ആൻഡ് ദ ബുൾ ഓഫ് ഹെവൻ? ഇനി ഗിൽഗമേഷും ഈ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ബുള്ളും കാളയും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇൻ ദി എപ്പിക് ഓഫ് ഗിൽഗമേഷ്, അത് എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് ഉള്ളൊരു ഭാഗമാണ്. ഗിൽഗമേഷ് ആൻഡ് എൻകിഡു ഡിഫീറ്റ് ദ ബുൾ ഓഫ് ഹെവൻ സെൻഡ് ബൈ ദ ഗോഡസ് ഇഷ്ടാർ. ഈ ഇഷ്ടാർ എന്ന് പറയുന്നത് ദേവത ഗിൽഗമേഷിനെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാളയെ അയക്കുന്നത്. ഈ ഗിൽഗമേഷും അയാളുടെ സുഹൃത്തായിട്ടുള്ള എൻകിഡുവും കൂടിയിട്ട് ഈ ബുള്ളിനെ പരാജയപ്പെടുത്തുന്നു. ദ ഗോഡ്സ് റെസ്പോണ്ട് ബൈ കോസിങ് ദ ഡെത്ത് ഓഫ് എൻകിഡു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അയച്ച കാളയനെ കൊന്നതിൻ്റെ ഫലമായിട്ട് ദൈവകോപം ഉണ്ടായിട്ട് എൻകിഡുവിന് അസുഖം ബാധിക്കും. അങ്ങനെ എൻകിഡു മരിച്ചു പോവാണ് അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നത്. ഹൂ സെഡ്യൂസ്ഡ് ദ വൈൽഡ് എൻകിഡു? ഇനി എൻകിഡുവിനെ ആരാണ് വശീകരിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ഷാംഹത്ത് സെഡ്യൂസ്ഡ് ദ വൈൽഡ് എൻകിഡു ഇൻ ദ എപ്പിക് ഓഫ് ഗിൽഗമേഷ്. ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷിനകത്ത് എൻകിഡുവിനെ വശീകരിക്കുന്നത് ഷാംഹത്ത് എന്നുള്ള കഥാപാത്രമാണ്, ഒരു ദേവദാസിയായിട്ടുള്ള കഥാപാത്രമാണ് അവർ. വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ മഹാഭാരത? ഇനി മഹാഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട തീം എന്താണ് ചോദിച്ചിട്ടുള്ളത്. ദ സെൻട്രൽ തീം ഓഫ് ദ മഹാഭാരത ഈസ് ദ മോറൽ ആൻഡ് ഫിലോസഫിക്കൽ ഡിസ്കോഴ്സ് ഓൺ ഡ്യൂട്ടി. ഡ്യൂട്ടി, കർമ്മം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ചർച്ചകളാണ് മഹാഭാരതത്തിനകത്ത് വരുന്നത്. റൈഷ്യസ്നെസ്, അതുപോലെ തന്നെ ശരിയായിട്ടുള്ള കാര്യം എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് വാർ, കൂടാതെ വലിയൊരു യുദ്ധത്തിൻ്റെ കഥ എന്നുള്ള രീതിയിൽ യുദ്ധത്തിൻ്റെ പരിണിത ഫലം കൂടി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ഈസ് ദ സെൻട്രൽ തീം ഓഫ് രാമായണ? ഇനി രാമായണത്തിലെ തീമിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ സെൻട്രൽ തീം ഓഫ് ദ രാമായണ ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ധർമ്മ. ഇവിടെയും ധർമ്മ അല്ലെങ്കിൽ ഡ്യൂട്ടി, കർമ്മം എന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ് വരുന്നത്. ആൻഡ് ദ എപ്പിക്സ് എംഫസിസ് ഓൺ ദി ഐഡിയൽ ക്വാളിറ്റീസ് ഓഫ് എ റൂളർ സച്ച് ആസ് ലോർഡ് രാമ. ഇനി മഹാഭാരതത്തിന് വ്യത്യസ്തമായിട്ട് ഇതിനകത്തുള്ളത് ഒരു രാജാവിൻ്റെ ഗുണങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് രാമനെ മാതൃകയായിട്ട് കാണിക്കുക എന്നുള്ളത് കൂടി രാമായണത്തിൻ്റെ തീമായിട്ട് വരുന്നുണ്ട്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഏൻഷ്യൻറ്റ് ഗ്രീക്ക് തിയേറ്റർ? ഇനി ഗ്രീക്ക് തിയേറ്ററിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദി ഏൻഷ്യൻറ്റ് ഗ്രീക്ക് തിയേറ്റർ ടിപ്പിക്കലി ഹാഡ് എ 3 പാർട്ട് സ്ട്രക്ചർ. 3 ഭാഗങ്ങളുള്ളൊരു സ്ട്രക്ചറാണ് അതിനകത്തുള്ളത്. ദി ഓർക്കസ്ട്ര, പെർഫോമൻസ് സ്പേസ്. ഓർക്കസ്ട്ര എന്ന് പറയുന്നത് ആണ് ഈ തിയേറ്ററിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ദ സ്കീൻ, ബിൽഡിംഗ് സെർവിങ് ആസ് എ ബാക്കപ്പ് ആൻഡ് ആക്ടേഴ്സ് ചേഞ്ചിങ് റൂം. സ്കീൻ എന്ന് പറയുന്നത് ഈ നാടകത്തിൽ നമുക്കറിയാം ഇവർക്ക് മേക്കപ്പ് ചെയ്യുന്നതിനും ഇനി ഒരു രംഗത്തിലുള്ള ഭാഗം അഭിനയിച്ചതിന് ശേഷം അടുത്ത രംഗം വരുന്നത് വരെ അവർക്ക് ഇരിക്കുന്നതിനൊക്കെയുള്ള ഒരു സ്ഥലമായിട്ട് സ്റ്റേജിൻ്റെ പുറകിലുള്ള സ്ഥലമാണ് സ്കീൻ എന്ന് പറയുന്നത്. ആൻഡ് ദ തിയേട്രോൺ, സീറ്റിംഗ് ഏരിയ ഫോർ ദി ഓഡിയൻസ്. തിയേട്രോൺ എന്ന് പറയുന്നതാണ് ഈ കാണാനിരിക്കുന്ന ഓഡിയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. വാട്ട് ഈസ് സ്കീൻ ഇൻ ദ ഗ്രീക്ക് തിയേറ്റർ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇൻ ഗ്രീക്ക് തിയേറ്റർ ദ സ്കീൻ ഈസ് ദ ബിൽഡിംഗ് ബിഹൈൻഡ് ദ സ്റ്റേജ് ദാറ്റ് ഫങ്ഷൻസ് ആസ് എ ബാക്ക് ഡ്രോപ്പ് ആൻഡ് ആക്ടേഴ്സ് ചേഞ്ചിങ് റൂം. ഒരു രംഗം അഭിനയിച്ചതിന് ശേഷം അടുത്ത രംഗം വരെ ആക്ടേഴ്സ് വന്നിരിക്കുന്നതും ആക്ടേഴ്സ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതുമായിട്ടുള്ള സ്ഥലമാണ് സ്കീൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് രാസ ഇൻ ദി ഇന്ത്യൻ തിയേറ്റർ? ഇനി ഇന്ത്യൻ തിയേറ്ററിൽ എന്താണ് രാസ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലാണെങ്കിൽ രസം എന്ന് പറയുന്നത്? രാസ ഇൻ ഇന്ത്യൻ തിയേറ്റർ റെഫേഴ്സ് ടു ദി ഇമോഷണൽ എസൻസ് ഓർ ഫ്ലേവർ ക്രിയേറ്റഡ് ബൈ എ പെർഫോമൻസ്. ഒരു പെർഫോമൻസിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാവുന്ന ഇമോഷണൽ ആയിട്ടുള്ള എഫക്റ്റിനെയാണ് രാസ എന്ന് പറയുന്നത്. റെപ്രസെൻറ്റിങ് ദ ഡിഫറെൻറ്റ് മൂഡ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഓഡിയൻസ്. അതായത് ഓഡിയൻസിൽ ആ പെർഫോമൻസിൻ്റെ ഫലമായിട്ട് എന്ത് ഇമോഷനാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെ രാസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, മെൻഷൻ ദ മെയിൻ തീംസ് ഓഫ് ഹോമേഴ്സ് എപ്പിക്സ്. ഹോമറിൻ്റെ എപ്പിക്കുകളിലെ പ്രധാനപ്പെട്ട തീമുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഹീറോയിസം ആൻഡ് ഹീറോയിക് കോഡ്. ബോത്ത് ഇലിയഡ് ആൻഡ് ഒഡീസി എക്സ്പ്ലോർ ദ ക്വാളിറ്റീസ് ഓഫ് ഹീറോയിക് ഫിഗേഴ്സ് ആൻഡ് ദർ കറേജ് ഇൻ ദ ബാറ്റിൽ. ഇലിയഡിനകത്ത് അക്കിലീസ് ആണെങ്കിലും ഒഡീസിക്കകത്ത് ഒഡീസിയസ് ആണെങ്കിലും ഹീറോ എന്ന് പറയുന്നൊരു സങ്കല്പവും അതുപോലെ തന്നെ അവരുടെ ധൈര്യവും ഒക്കെയാണ് ഒരു തീമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഫേറ്റ് ആൻഡ് ഡിവൈൻ ഇൻ്റർവെൻഷൻ. The gods play a significant role in shaping the destinies of characters, highlighting the concept of fate.
ഇനി ഇവരുടെ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവങ്ങൾ വളരെ കാര്യമായിട്ട് ഇടപെടുന്നതായിട്ടാണ് നമുക്ക് ഹോമറുടെ എപ്പിക്കുകളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രത്യേകിച്ച് ഒഡീസിയസ് ആളുടെ യാത്രയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിടുന്നത് ഇതുപോലെ ദൈവകോപത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ അക്കിലീസിനും ഇതുപോലുള്ള അനുഭവങ്ങൾ യുദ്ധത്തിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ആ രീതിയിൽ ഈ ദൈവങ്ങളുടെ ഇടപെടൽ, വിധി എന്നുള്ള ഒരു സങ്കല്പം ഒരു തീമായിട്ട് ഈ എപ്പിക്കുകളിൽ കൊണ്ടുവരുന്നുണ്ട്. Consequence of pride. Characters like Achilles and Odysseus grapple with the consequences of excessive pride, leading to personal and societal challenges. ഇനി പ്രൈഡിൻ്റെ പരിണിത ഫലങ്ങൾ ഒരു തീമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും അക്കിലീസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഈ അഗമെമ്നോനുമായിട്ടുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇത്ര വലിയൊരു യുദ്ധം, അവിടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന സംഭവം നടക്കുമ്പോൾ ആളുടെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ആ രീതിയിൽ ക്യാരക്ടേഴ്സിൻ്റെ പ്രൈഡും അതിൻ്റെ പരിണിത ഫലവും ഒരു തീമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇമ്പാക്ട് ഓഫ് വാർ. The devastating effects of war on individuals and societies are central, portraying the human cost of conflict. സ്വാഭാവികമായിട്ടും ഒരു മഹായുദ്ധത്തിൻ്റെ കഥ പറയുന്ന മഹാകാവ്യം എന്നുള്ള രീതിയിൽ യുദ്ധത്തിൻ്റെ ഫലം വ്യക്തികൾക്കും അതുപോലെ സമൂഹത്തിനും യുദ്ധം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇതിൻ്റെ ഒരു തീമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് പെർസീവറൻസ്. നിരന്തര പരിശ്രമത്തിൻ്റെ പ്രാധാന്യം. ദ തീം ഓഫ് പെർസീവറൻസ് ഈസ് സെൻട്രൽ ഇൻ ദി ഒഡീസി. പ്രത്യേകിച്ചും ഒഡീസിയിലാണ് നമുക്കത് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഒഡീസിയസ് ഈ യാത്രയിൽ 20 വർഷമൊക്കെ എടുക്കുന്ന യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചിട്ടും ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും അവിടെയൊന്നും തളരാതെ തൻ്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിരന്തര പരിശ്രമത്തിൻ്റെ പ്രാധാന്യം നമുക്കിവിടെ തീമായിട്ട് കാണാൻ വേണ്ടി കഴിയും. നോട്ട് ഗിവിങ് അപ്പ് വെൻ ഫേസ്ഡ് വിത്ത് കണ്ടിന്യൂസ് ഹാർഡ്ഷിപ്സ്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായാലും അതിൽ തളരാതെ നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളത് കൂടി ഇതിലൊരു തീമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈനിയസ് ആൻഡ് ദിദോ. ഇനി നമ്മുടെ ഈനീഡിൽ വരുന്നതാണ്. ഈനിയസും അതുപോലെ തന്നെ ദിദോ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റാലിറ്റി ഓഫ് ദിദോ. ഈനിയസ് ആൻഡ് ഹിസ് കംറേഡ്സ് ടേക്ക് റെഫ്യൂജ് ഇൻ കാർത്തേജ് ഓൺ ദർ ജേർണി ആൻഡ് ക്യൂൻ ദിദോ പ്രൊവൈഡ്സ് ദെം എ പ്ലേസ് ടു സ്റ്റേ. ഈനിയസ് ഈ ട്രോജൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ഇറ്റലിയിലേക്കുള്ള യാത്രയിലാണ് ഈ കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കാർത്തേജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അഭയം തേടുന്നത്. അവിടുത്തെ രാജ്ഞിയാണ് ദിദോ. അവിടെ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. റൊമാൻറ്റിക് ഇൻവോൾവ്മെൻറ്റ്. ദിദോ ലിസൺസ് ടു ഓൾ ദ സ്റ്റോറീസ് ഓഫ് ഈനിയസ് ആൻഡ് ദേ എൻഗേജ് ഇൻ എ പാഷനറ്റ് റൊമാൻസ്. ദിദോ അങ്ങനെ അവിടെ വെച്ചിട്ട് ഇവർക്ക് താമസിക്കുന്ന ഒരു സ്ഥലം കൊടുക്കുന്നു. ഈനിയസിൻ്റെ കഥയൊക്കെ കേൾക്കുന്നു, ഈ യുദ്ധത്തിൻ്റെയും യാത്രയുടെയൊക്കെ കഥ കേൾക്കുന്നു. അങ്ങനെ അയാളുടെ ഒരു സഹതാപവും പിന്നീട് ഒരു പ്രണയവും അവിടെ ഉടലെടുക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു റൊമാൻറ്റിക് അഫെയർ അവിടെ ഉണ്ടാവുന്നുണ്ട്. ട്രാജിക് ഔട്ട്കം. Aeneas' departure leads to Dido's tragic suicide, reflecting themes of love, duty and destiny. ഈനിയസ് പക്ഷേ ഇവിടെ ഒരു യാത്രയിലാണുള്ളത്. ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് തിരിച്ച് ഇറ്റലിയിലേക്ക് പോയിട്ട് പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു ദൗത്യമായിട്ടാണ് ഈനിയസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദിദോയുടെ കൂടെ അയാൾക്ക് കഴിയാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ ദിദോയെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ പോകുന്നു. അതിൽ വിഷമിച്ചുകൊണ്ട് ദിദോ സ്വന്തം ജീവൻ എടുക്കുന്നതാണ് നമുക്ക് ആ കഥയിൽ കാണുന്നത്. Conflict of love and duty. The relationship illustrates the tension between personal desires and the fulfillment of divine obligations. ഇവിടെ ഈനിയസിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും അതുപോലെ തന്നെ അയാളുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ താല്പര്യവും തമ്മിലുള്ള കൺഫ്ലിക്റ്റ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. അതിനകത്ത് സ്വന്തം താല്പര്യം മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനമാണ് ഈനിയസ് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈനിയസും ദിദോയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അടുത്തത് ഗിൽഗമേഷ് മീറ്റിംഗ് വിത്ത് ഉത്നപിഷ്ടിൻ. എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ വരുന്നതാണ്. ക്വസ്റ്റ് ഫോർ ഇമ്മോർട്ടാലിറ്റി. ഗിൽഗമേഷ് സീക്സ് ഇമ്മോർട്ടാലിറ്റി ഫ്രം ഉത്നപിഷ്ടിൻ ഹു സർവൈവ്ഡ് ദ ഗ്രേറ്റ് ഫ്ലഡ്. ഈ ഗിൽഗമേഷിൻ്റെ സുഹൃത്തായിട്ടുള്ള എങ്കിഡു മരിക്കുന്നതോടു കൂടിയിട്ടാണ് ഗിൽഗമേഷ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒരു ദിവസം ഞാനും മരിച്ചു പോയല്ലോ എന്നുള്ള ചിന്തയിൽ എങ്ങനെയെങ്കിലും ഈ മരണമില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇമ്മോർട്ടാലിറ്റി എങ്ങനെ നേടാം എന്നുള്ളൊരു അന്വേഷണമായിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇയാൾ ഈ ഉത്നപിഷ്ടിം എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണുന്നത്. ഇയാൾ ഏറെക്കുറെ നമ്മുടെ ബൈബിളിലെ നോഹയുടെ കഥാപാത്രത്തിന് തുല്യമാണ്. അതായത് ഒരു മഹാപ്രളയം ഉണ്ടാവുമ്പോൾ ഒരു പെട്ടകത്തിനകത്ത് അത് അതിജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ പ്രളയം അതിജീവിച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ ഇമ്മോർട്ടാലിറ്റിയുടെ രഹസ്യം തേടിക്കൊണ്ട് ഗിൽഗമേഷ് അവിടെ എത്തുന്നത്. സ്റ്റോറി ഓഫ് ദ ഫ്ലഡ്.
ഉത്നപിഷ്ടിം റിക്കൗണ്ട്സ് ദ ഫ്ലഡ് നെറേറ്റീവ്. ആ പ്രളയത്തിൻ്റെ കഥ ഇവിടെ ഉത്നപിഷ്ടിം ഗിൽഗമേഷിനോട് പറയുകയാണ്. ഗോഡ്സ് പണിഷ്മെൻറ്റ് ഫോർ ഹ്യൂമൻ സിൻസ്. മനുഷ്യരുടെ തെറ്റുകളുടെ ഒരു ശിക്ഷ എന്നുള്ള രീതിയിൽ മനുഷ്യരെ ആകെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ആകെ ഒരു മഹാപ്രളയം ഉണ്ടാക്കിയിട്ടുള്ളത്. ഹി ടെൽസ് ഹൗ ഹി ആൻഡ് ഹിസ് ഫാമിലി സർവൈവ്ഡ് ഇൻ എൻ ആർക്ക് അലോങ് വിത്ത് അതർ ആനിമൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോഹയുടെ പെട്ടകത്തിലെ പോലെ ഈ ഉത്നപിഷ്ടിം എന്ന് പറയുന്ന കഥാപാത്രവും ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് അയാളുടെ കുടുംബവും കുറച്ച് മൃഗങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ ആ പ്രളയത്തെ അതിജീവിക്കുന്നത്. മെസ്സേജ് ഓഫ് മോർട്ടാലിറ്റി. Gilgamesh learns the inevitability of death and the importance of embracing the transient nature of human existence. അവിടെ വെച്ചിട്ട് ഇയാൾ ഗിൽഗമേഷിനോട് പറയാൻ ശ്രമിക്കുന്നത് മരണം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ജീവിതത്തിലെ കുറച്ച് സമയം സന്തോഷങ്ങൾ കണ്ടെത്തുക, ജീവിതം ആസ്വദിക്കുക എന്നുള്ള സന്ദേശമാണ് ഇവിടെ ഗിൽഗമേഷിന് അയാൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഗിൽഗമേഷ് ആ ഒരു ഉപദേശം സ്വീകരിക്കാതെ വീണ്ടും ഈ ഒരു ഇമ്മോർട്ടാലിറ്റിയുടെ രഹസ്യം അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് മഹാഭാരത ആൻഡ് രാമായണ ഓൺ ദ സോഷ്യോ കൾച്ചറൽ മില്യൂ ഓഫ് ഇന്ത്യ. ഇനി മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക തലങ്ങളിലുള്ള സ്വാധീനമാണ് ചോദിച്ചിട്ടുള്ളത്. മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ്. The epics impart moral and ethical teachings through their exploration of dharma and righteousness. ഇനി ശരി അതുപോലെ തന്നെ കർമ്മം, ധർമ്മം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തിന് ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവുന്നതിൽ ഈ എപ്പിക്കുകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. Philosophical significance. The Bhagavad Gita, a part of the Mahabharata, serves as a philosophical guide influencing Hindu thought. ഇനി ഇന്ത്യൻ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഗൈഡൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ മഹാഭാരതത്തിലുള്ള ഒരു ഭാഗമായിട്ടുള്ള ഭഗവത് ഗീതയാണ്. ആ രീതിയിൽ ഇന്ത്യൻ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഐഡിയൽസ് ഓഫ് കിങ്ഷിപ്പ്. The Ramayana emphasizes ideals of kingship and virtuous rule through the character of Lord Rama. ഇനി രാമായണത്തിൻ്റെ സ്വാധീനത്തിൽ വരുന്നത് രാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു മാതൃകാപരമായിട്ടുള്ള രാജാവ് എന്നുള്ള രീതിയിൽ, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആശയങ്ങൾ രൂപപ്പെടുന്നതിൽ അതൊരു വലിയ സ്വാധീനം വഹിച്ചിട്ടുണ്ട്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇൻഫ്ലുവൻസ്. The epics have a profound impact on art, literature and performing arts in Indian culture. ഇനി മറ്റ് ഇന്ത്യൻ സാഹിത്യത്തിലും ഇന്ത്യൻ കലകളിലും ഈ രണ്ട് എപ്പിക്കുകൾ വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം വഹിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് മഹാഭാരതവും രാമായണവും ഒക്കെ ഇന്ത്യൻ സമൂഹത്തിൽ സ്വാധീനം വരുത്തിയിട്ടുള്ളത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, യൂസ് ഓഫ് എപ്പിക് കൺവെൻഷൻ ഇൻ മേജർ എപ്പിക്സ്. ഈ പ്രധാനമായിട്ടുള്ള എപ്പിക്സിലുള്ള എപ്പിക് കൺവെൻഷൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം ഹോമേഴ്സ് എപ്പിക്സ്, ഇലിയഡും ഒഡീസിയും. എംഫസിസ് ഓൺ ദ ഹീറോയിക് കോഡ് ആൻഡ് ഹീറോയിസം. ഹീറോയിസം എന്നുള്ളത് അതിൽ പ്രധാനമായിട്ട് വരുന്നത്, നമുക്കറിയാം എപ്പിക് എന്ന് പറയുന്നത് തന്നെ ഒരു ഹീറോയുടെ അഡ്വഞ്ചറിനെ കുറിച്ച് പറയുന്നതാണ്. ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗോഡ്സ് ഇൻ ഹ്യൂമൻ അഫെയർസ്, ഹൈലൈറ്റിംഗ് ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഇനി മനുഷ്യരുടെ ജീവിതത്തിൽ കാര്യങ്ങളിൽ ദൈവങ്ങൾ ഇടപെടുന്നത് അതിനകത്ത് വരുന്നുണ്ട്. എക്സ്പ്ലോറേഷൻ ഓഫ് തീംസ് ലൈക്ക് ഫേറ്റ്, പ്രൈഡ് ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് വാർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ദൈവങ്ങളുടെ ഇടപെടൽ, അതുപോലെ തന്നെ വിധി, അതുപോലെ തന്നെ പ്രൈഡ്, ഈ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ തുടങ്ങിയിട്ടുള്ളൊക്കെ തീമായിട്ട് വരുന്നുണ്ട്. എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് എപ്പിത്തറ്റിക്സ് ടു ഡിസ്ക്രൈബ് ക്യാരക്ടേഴ്സ്. എപ്പിത്തറ്റ്സ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ആണ്. ഒരു ക്യാരക്ടറിൻ്റെ ഗുണങ്ങളെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെയാണ് എപ്പിത്തറ്റ്സ് എന്ന് പറയുന്നത്. ആ രീതിയിൽ ഈ ക്യാരക്ടേഴ്സിനെ ഈ എപ്പിക്സുകൾക്കകത്ത് ഹോമർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇൻക്ലൂഷൻ ഓഫ് എപ്പിക് സിമിലീസ് ടു എൻഹാൻസ് ഡിസ്ക്രിപ്ഷൻസ്. സിമിലീസ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള സിമിലീസ് ഇതിനകത്ത് ഒരു മഹാകാവ്യം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. വിർജിൽസ് എയ്നിഡ്. ഹീറോയിക് ജേർണി ആൻഡ് ഡെസ്റ്റിനി ആസ് എ സെൻട്രൽ തീം. ഇവിടെയും നമ്മൾ എപ്പിക്കുകളിൽ കാണുന്ന പോലെ ഒരു ഹീറോയുടെ അഡ്വഞ്ചർ തന്നെയാണ് ഇവിടെയും തീമായിട്ട് വരുന്നത്. ഇൻകോർപ്പറേഷൻ ഓഫ് ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ഇൻ്റർവെൻഷൻ. ദൈവങ്ങളുടെ ഇടപെടലുകൾ ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എംഫസിസ് ഓൺ ദ ഫൗണ്ടിങ് മിത്ത് ഓഫ് റോം. അതുപോലെ തന്നെ റോമ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഥ വരുന്നത്. യൂസ് ഓഫ് ഹൈറ്റൻഡ് ലാംഗ്വേജ് ആൻഡ് ഗ്രാൻഡോസിറ്റി. കൂടാതെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഭാഷയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എപ്പിക് ഓഫ് ഗിൽഗമേഷ്. എക്സ്പ്ലോറേഷൻ ഓഫ് ഹീറോസ് ക്വസ്റ്റ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്.
ഗിൽഗമേഷിൽ നമ്മൾ കാണുന്നത് ഈ ഇമ്മോർട്ടാലിറ്റി അല്ലെങ്കിൽ അനശ്വരത അന്വേഷിച്ചുകൊണ്ടുള്ള ഗിൽഗമേഷിൻ്റെ യാത്രയും അയാൾ പഠിക്കുന്ന പാഠങ്ങളും അയാളുടെ പേഴ്സണൽ ഗ്രോത്തുമാണ്. ഇൻക്ലൂഷൻ ഓഫ് ഡിവൈൻ എലിമെൻറ്റ്സ് സച്ച് ആസ് എൻകൗണ്ടേഴ്സ് വിത്ത് ഗോഡ്സ്, ഇവിടെയും നമുക്ക് ദൈവങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ കാണാൻ വേണ്ടി കഴിയും. തീംസ് ഓഫ് മോർട്ടാലിറ്റി, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദ സെർച്ച് ഫോർ വിസ്ഡം, ഇതിൽ തീംസ് ആയിട്ട് വരുന്നത് മോർട്ടാലിറ്റി, മനുഷ്യരുടെ നശ്വരത എന്നുള്ള സംഭവം, മനുഷ്യർ മരിച്ചു പോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു പ്രധാനമായിട്ടുള്ള തീമായിട്ട് വരുന്നത്. പിന്നെ സൗഹൃദം, അതുപോലെ തന്നെ ഇയാളുടെ ഈ വിസ്ഡം അന്വേഷിച്ചിട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുള്ളതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. സിംബോളിക് യൂസ് ഓഫ് ഗ്രേറ്റ് ഫ്ലഡ് നരേഷൻ, കൂടാതെ അതിനകത്ത് വലിയ സംഭവമായിട്ട് വരുന്നത് ഈ ഗ്രേറ്റ് ഫ്ലഡ്, മഹാപ്രളയം, ആ പ്രളയം അതിജീവിച്ചൊരു ക്യാരക്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. മഹാഭാരത ആൻഡ് രാമായണ, മോറൽ ആൻഡ് എത്തിക്കൽ ടീച്ചിങ്സ് ത്രൂ നരേറ്റീവ്സ്, പ്രധാനമായിട്ടും മോറൽ ടീച്ചിങ്സ് ആണ്. എന്താണ് ധർമ്മം, കർമ്മം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഇൻകോർപ്പറേഷൻ ഓഫ് ഡിവൈൻ ബീയിങ്സ് ആൻഡ് സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ്, അവിടെ ദൈവങ്ങളും മനുഷ്യരും ഇടകലർന്നുകൊണ്ടാണുള്ളത്. അതായത് യുദ്ധത്തിനകത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും രാമായണത്തിലും മഹാഭാരതത്തിലും മനുഷ്യരായിട്ടുള്ളതും ദൈവങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. എക്സ്പ്ലോറേഷൻ ഓഫ് ധർമ്മ ആൻഡ് റൈഷ്യസ് കണ്ടക്ട്, നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ശരിയായിട്ടുള്ള പ്രവൃത്തി എന്നുള്ളത്, എന്താണ് ധർമ്മ എന്നുള്ളതൊക്കെയാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് വിത്തിൻ ദി എപ്പിക് കണ്ടക്സ്റ്റ്, ഇനി ആ ഒരു കണ്ടക്സ്റ്റിനകത്ത് ഫിലോസഫിക്കൽ ഡിസ്കോഴ്സ്, പ്രത്യേകിച്ചിട്ടും ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു അധ്യായം, ആ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ ഒരുപാട് ഫിലോസഫിയൊക്കെ കടന്നു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു എപ്പിക്കുകളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അടുത്തത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രീക്ക് തിയേറ്റർ. ഗ്രീക്ക് തിയേറ്ററിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് സൂചിച്ചിട്ടുള്ളത്. ഔട്ട്ഡോർ ആംഫി തിയേറ്റേഴ്സ്, പെർഫോമൻസസ് ടുക്ക് പ്ലേസ് ഇൻ ദി ഓപ്പൺ എയർ ആംഫി തിയേറ്റേഴ്സ് വിത്ത് ടയേർഡ് സീറ്റിംഗ്. ഓപ്പൺ എയറിലാണ് ഈ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, സ്റ്റേജ് അല്ല. അതുപോലെ തന്നെ അവിടെ ടയേർഡായിട്ടുള്ള അങ്ങനെ അടുക്കുകളായിട്ടുള്ള രീതിയിലാണ് സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് അടുത്തൊരു സവിശേഷതയായിട്ട് പറയുന്നത്. കോറസ്, choral odes and dances played a significant role, providing commentary and reflecting on the plot. കോറസ് നമുക്കറിയാം, അതായത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പാടുക, ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഗ്രീക്ക് തിയേറ്ററിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ പ്ലോട്ടുമായി ബന്ധപ്പെട്ട കമൻട്രി പറയുന്നതിൽ അതിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു. മാസ്ക്സ് ആൻഡ് കോസ്റ്റ്യൂംസ്, ആക്ടേഴ്സ് ഫോർ മാസ്ക്സ് ടു പോർട്രേ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് എലാബറേറ്റ് കോസ്റ്റ്യൂംസ് വെർ യൂസ്ഡ്. മാസ്കുകൾ ധരിച്ചിരുന്നു. ഇവർ ഓരോ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാസ്കുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഈ കോസ്റ്റ്യൂംസ്, വസ്ത്രധാരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. 3 പാർട്ട് സ്ട്രക്ചർ, നമ്മൾ നേരത്തെ പാരഗ്രാഫിൽ കണ്ടതാണ് 3 പാർട്ട് എന്താണെന്നുള്ളത്. ഇൻക്ലൂഡഡ് ഓർക്കസ്ട്ര, അവിടെ പെർഫോമൻസ് നടത്തുന്നത്. സ്കീൻ, അവിടെ ഈ ക്യാരക്ടേഴ്സ് ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു റൂം, അങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ തിയേറ്ററോൺ എന്ന് പറയുന്നത് സീറ്റിംഗ് ഏരിയയാണ്. അങ്ങനെ 3 പാർട്ടാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ട്രാജഡി ആൻഡ് കോമഡി, 2 മെയിൻ ജനേഴ്സ് വേർ ട്രാജഡി ഡീലിംഗ് വിത്ത് ദ സീരിയസ് തീംസ് ആൻഡ് കോമഡി ഓഫ്റ്റൻ സറ്റാറിക്കൽ ആൻഡ് ഹ്യൂമറസ്. പ്രധാനമായിട്ടും 2 രീതിയിലുള്ള പ്ലേസ് അല്ലെങ്കിൽ ഡ്രാമാസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ട്രാജഡിയും ഒന്ന് കോമഡിയും. ട്രാജഡി സ്വാഭാവികമായിട്ടും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്, കോമഡി കുറച്ചുകൂടി ഹ്യൂമറസ് ആയിട്ടുള്ളതും സറ്റാറിക്കലായിട്ടുള്ളതുമാണ് ഉണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഗ്രീക്ക് തിയേറ്ററിൻ്റെ സവിശേഷതകളായിട്ട് കാണാവുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ തിയേറ്റർ. ഇന്ത്യൻ തിയേറ്ററിൻ്റെ ഒരു വളർച്ചയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം വരുന്നത് നാട്യശാസ്ത്രം, ഏൻഷ്യൻ്റ് ഇന്ത്യൻ ട്രീറ്റീസ് ഓൺ പെർഫോമിംഗ് ആർട്സ്. പെർഫോമിംഗ് ആർട്സുമായി സംബന്ധിച്ചിട്ടുള്ള ഗൈഡൻസുകളാണ് നാട്യശാസ്ത്രയ്ക്കകത്ത് വരുന്നത്. ലേ ഡൗൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രാമ, ഡാൻസ് ആൻഡ് മ്യൂസിക്. നാടകങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഡാൻസിനെ കുറിച്ചും സംഗീതത്തെക്കുറിച്ചും എല്ലാമുള്ള പ്രിൻസിപ്പിൾസ് അതിനകത്ത് വരുന്നുണ്ട്. എംഫസിസ് ഓൺ രാസ ആൻഡ് ഭാവ. രാസ, ഭാവ എന്നുള്ള 2 കൺസെപ്റ്റുകളാണ് അതിനകത്ത് വരുന്നത്. രാസ എന്ന് പറയുന്നത് അതിലുള്ള ഇമോഷണൽ എസൻസ് ആണ്, അതായത് ആ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ഓഡിയൻസിന് എന്ത് ഇമോഷനാണ് ഉണ്ടാവേണ്ടതെന്നുള്ളത്. ഭാവ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അഭിനയത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. ക്ലാസിക്കൽ സംസ്കൃത് ഡ്രാമ, പിന്നീട് വരുന്നത് ക്ലാസിക്കൽ സംസ്കൃത് ഡ്രാമയാണ്. ഫ്ലറിഷിംഗ് ഓഫ് ക്ലാസിക്കൽ സംസ്കൃത് പ്ലേസ് ഇൻക്ലൂഡിംഗ് വർക്ക്സ് ബൈ കാളിദാസ. പ്രത്യേകിച്ചും കാളിദാസൻ്റെ വർക്കുകളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. യൂസ് ഓഫ് എലാബറേറ്റ് സ്റ്റേജ് ക്രാഫ്റ്റ്, കോസ്റ്റ്യൂംസ് ആൻഡ് മേക്കപ്പ്. അതിനകത്ത് ഈ സ്റ്റേജ് സെറ്റിങ്സ് അതുപോലെ തന്നെ മേക്കപ്പ്, കോസ്റ്റ്യൂംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. തീംസ് ഓഫ്റ്റൻ ഡ്രോൺ ഫ്രം മിത്തോളജി ആൻഡ് എപ്പിക്സ്. സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിലുള്ള ഈ തിയേറ്ററിൽ മിത്തോളജിയിലുള്ള കഥകളും എപ്പിക്സിലെ കഥകളൊക്കെയാണ് ഇവർ അവതരിപ്പിച്ചിരുന്നത്.
അടുത്തത് വരുന്നത് ഭക്തി മൂവ്മെൻറ്റ്, റിലീജിയസ് ഇൻഫ്ലുവൻസ് ഓൺ പെർഫോമിംഗ് ആർട്സ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റിലീജിയൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അവിടെ കാണുന്നത്. എമർജൻസ് ഓഫ് ഡിവോഷണൽ തിയേറ്റർ ആൻഡ് ഭക്തി ട്രഡീഷൻസ്. ഡിവോഷണൽ തിയേറ്റർ അത്തരത്തിലുള്ള കഥകളൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടാവുന്നത്. ഫോക്ക് ഫോംസ് ലൈക്ക് നൗത്നക്കി ആൻഡ് തമാശ ഗെയിൻഡ് പോപ്പുലാരിറ്റി. പിന്നെ കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള തമാശ, അതുപോലെ തന്നെ നൗത്തനക്കി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള തിയേറ്ററുകൾ, നാടക അവതരണങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. കൊളോണിയൽ എറ. പിന്നീട് കൊളോണിയൽ എറ ഇവിടെ യൂറോപ്യന്മാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ലെഡ് ടു ദ അഡാപ്റ്റേഷൻ ഓഫ് യൂറോപ്യൻ തിയേറ്ററിക്കൽ ഫോംസ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു മിത്തോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനത്തിൽ നിന്നൊക്കെ ഒരു മാറ്റമായിക്കൊണ്ട് വെസ്റ്റേൺ ഐഡിയാസ് ഒക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഗ്രോത്ത് ഓഫ് പാഴ്സി തിയേറ്റർ ബ്ലെൻഡിങ് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ എലിമെൻറ്റ്സ്. ഇനി പൂർണ്ണമായിട്ടും യൂറോപ്യൻ അല്ല, ഇത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുന്നുണ്ട്. ഇവിടുത്തെ രീതിയും യൂറോപ്യൻ രീതിയും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് പാഴ്സി തിയേറ്ററൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തീംസ് ഇൻ തിയേറ്റർ. പിന്നെ നമുക്ക് ഇന്ന് കാണാവുന്ന രീതിയിലേക്ക് വളർന്നു വരികയാണ്. അതായത് ഈ ഒരു എപ്പിക്സിൽ നിന്നും മിത്സിൽ നിന്നൊക്കെ മാറിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള നാടകങ്ങളൊക്കെ അവതരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇന്ത്യൻ തിയേറ്റർ വരികയാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ എപ്പിക്കുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് അറിയുന്നതിന് ഓരോന്നിൻ്റെയും സമ്മറി സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്